ഹായ്. ആട് 3 അങ്ങനെ ബോക്സ് ഓഫീസ് തകർത്ത് വായിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച കൊണ്ട് 100 കോടിയാണ് പടം കളക്ട് ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൻ്റെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോഴും ബ്രേക്ക് ഈവൻ ആയിട്ടില്ല. തിയേറ്ററിൻ്റെ കളക്ഷനിൽ ബ്രേക്ക് ഈവൻ ആയിട്ടില്ല. ഈ വീക്കെൻഡോട് കൂടി ബ്രേക്ക് ഈവൻ ആകുമെന്നുള്ളതാണ് വിജയ് ബാബു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 60-65 കോടി മാക്സിമം ബഡ്ജറ്റിൽ വന്നൊരു പടമാണ്. അങ്ങനെ ഒരു പടം ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്രാഞ്ചൈസിയാണ് എങ്കിൽ പോലും ഒരു ഹ്യൂമർ ബേസ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോറിക്ക് വേണ്ടിയിട്ടാണ് അവർ. അതൊരു വലിയ റിസ്ക് തന്നെയാണ്. റിസ്ക് എന്ന് പറയുമ്പോൾ ഏത് കാര്യത്തിൽ റിസ്ക് ഉണ്ട്. ഇപ്പോൾ അത്രയും മുടക്കി ഒരു ആക്ഷൻ പടം ചെയ്താലും ഹിറ്റാണെന്നൊന്നുമില്ല. അത് നമുക്ക് എക്സ്പീരിയൻസ് മലയാളത്തിൽ തന്നെ ഉണ്ട് ഒത്തിരി. അപ്പോൾ ഒരു ഹ്യൂമറിന് വേണ്ടി അങ്ങനെ ഒരാളും പൈസ മുടക്കിയിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഇത്ര സിനിമ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹ്യൂമർ റിലേറ്റഡ് സ്റ്റോറിക്ക് വേണ്ടിയിട്ടൊരു ഇത്തരം പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നത്. അതൊരു വലിയ റിസ്ക് തന്നെയായിരുന്നു. ബട്ട് അവരുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു ഫ്രാഞ്ചൈസി ആയതുകൊണ്ടും ഈ ക്യാരക്ടേഴ്സിന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും എങ്ങനെ പോയാലും പൊട്ടിയാൽ പോലും അതിൻ്റെ ഒരു ഇനീഷ്യൽ കളക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവരത് ഇൻവെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫ്രൈഡേ ഫിലിംസിൻ്റെ കൂട്ടത്തിൽ കാവ്യ ഫിലിംസിനെയും കൂടി അസോസിയേറ്റ് ചെയ്താണ് ഇവർ പ്രൊഡക്ഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ കാവ്യ ഫിലിംസിൻ്റെ പൈസ അവർക്ക് ഉറപ്പായിട്ട് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇതാണ് ഇതിൻ്റെ ഒരു ഇനിഷ്യൽ കളക്ഷൻ എന്തായാലും ഉണ്ടാവും. ഇതിന് പ്രത്യേകിച്ച് ഒരു മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യമില്ലാത്തത് തന്നെയാണ് ഇതിൻ്റെ ഇനിഷ്യൽ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഇവർ അസോസിയേറ്റ് കാവ്യ ഫിലിംസിനെയും കൂടി അസോസിയേറ്റ് ചെയ്യിച്ചത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ക്രെഡിറ്റ് കൊടുക്കുന്നത് ആക്ടേഴ്സ് എല്ലാവർക്കും ഓക്കെയാണ്. ആക്ടേഴ്സ് ഓക്കെയാണ്, അതിൻ്റെ പ്രൊഡക്ഷൻ ലെവലെല്ലാം ഓക്കെയാണ്. ബട്ട് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റോറി എഴുതി ഒരു അറിയാലോ ഒരു പീരീഡ് ഡ്രാമ പോലത്തെ ടൈം ലൈനിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയൊരു സ്റ്റോറിയാണ്. അപ്പോൾ അതിൽ ഒരു 70% ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഇതിൻ്റെ റൈറ്ററും ഡയറക്ടറുമായ മിഥുൻ മാനുവൽ തോമസിനാണ്. അതൊരു സംശയമില്ല. കാര്യം ഇതിനകത്ത് ഇവർ തന്നെ ഇവരുടെ ഒരു പ്രൊമോഷൻ ക്യാമ്പയിൻ്റെ ഇടയ്ക്കൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു ഒരു ഹ്യൂമർ. ഇപ്പോൾ ഇവരെല്ലാവരും മിമിക്രി അല്ലെങ്കിൽ ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ് ഇതിനകത്ത് ഉള്ള ഭൂരിഭാഗം ആൾക്കാർ. അപ്പോൾ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ തോന്നുന്ന കുറേ ഹ്യൂമറുകൾ അത് ഓപ്ഷൻ വെക്കുമ്പോൾ അത് മിഥുൻ വിളിച്ച് ചോദിക്കുന്നത് ജെൻസി അല്ലെങ്കിൽ യങ് ജനറേഷനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന കുറേ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് അത് ചോദിച്ചാൽ അത് വർക്കാവുന്നുണ്ട്, അവർക്ക് വർക്കാവുന്നുണ്ടോ നോക്കിയിട്ടാണ് പുള്ളി അത് സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പല ഹ്യൂമറും. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കാര്യം ഈ സിനിമയെ ഒരു 5% ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഒരു 95% ആൾക്കാരും പോസിറ്റീവ് അല്ലെങ്കിൽ ഹൈ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ആൾക്കാരിൽ പിള്ളേരാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഏറ്റവും ഹൈ ആയിട്ട് ഈ സിനിമയ്ക്ക് പ്രൊമോഷൻ വന്നിരിക്കുന്നത്. പിള്ളേരുടെ റിവ്യൂ എന്ന് പറയുന്നത് അവർ തിയേറ്ററിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫേസ്മെൻറ്റ് ഒരു ജസ്റ്റർ എന്ന് പറയുന്നത് ഏതൊരാൾക്കും തിയേറ്ററിൽ പോകാനുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ്. അപ്പോൾ പിള്ളേർക്ക് യങ് ജനറേഷന് ഏറ്റവും നന്നായിട്ട് ഇതിനകത്ത് ഹ്യൂമറെല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു ഇതിൻ്റെ ആ ഒരു ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു ഐഡിയ എന്തായാലും ഓക്കെ വർക്കൗട്ട് ആയെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെ ജെൻസീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് അല്ലെങ്കിൽ ആ ഒരു ഗ്യാങ്ങിനെ കൂടെ നിർത്തി അവരുടെ ടേസ്റ്റ് നോക്കി അവർക്കിത് വർക്കാവുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റ് ഡോസ് നോക്കിയിട്ട് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഫിലിം മേക്ക് ചെയ്തത് അത് ഭയങ്കര ഐഡിയ ആയിപ്പോയി. അവർ തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു വേറെ ആൾക്കാരും ഇന്നത്തെ കാലത്ത് ഒരു അഡൽട്ടിലുള്ള ആൾക്കാരൊന്നും 2-3 വട്ടം സിനിമ കാണത്തില്ല. ഈ സിനിമക്ക് കളക്ഷൻ കയറണമെന്നുണ്ടെങ്കിൽ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ജെൻസി പിള്ളേരുകൾ 1-2 വട്ടം 3 കാണണം. ജെൻസികൾ എന്തായാലും ഈ പടം അവർ മിക്ക പടങ്ങളും 2-3 വട്ടം കാണണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പടം അവർ 2-3 വട്ടം പലരും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ട് തന്നെ ഈ പടം ക്ലിക്കായി പോകും, കത്തിക്കേറി പോയി. ഏകദേശം 200 കോടി നമുക്ക് പ്രതീക്ഷിക്കാം. കീടലം പടം എൻ്റെ മച്ച ഒന്നും പറയാനില്ല. ഡൂഡിൻ്റെ ഒക്കെ എൻട്രി കത്തും. പ്രത്യേകിച്ച്